നമസ്കാരം. താരസംഘടന അമ്മയുമായിട്ടുള്ള വാർത്തയാണ്. വലിയൊരു നിയമ പോരാട്ടത്തിനൊടുവിൽ ടിനി ടോമിന് ഇന്ന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതി. അൻസിബാസിനെ ജിഹാദി എന്ന് വിളിച്ചുവെന്ന പരാമർശമാണ്. പിന്നീട് പോലീസ് അന്ന് തന്നെ കേസെടുക്കാൻ കഴിയില്ല എന്ന് പറയുകയും കോടതിയെ സമീപിക്കുകയും കോടതി കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും അത് പിന്നീട് ചാർജ് ഷീറ്റായി കോടതിയിലെത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് ടിനി ടോം മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ ചെന്നത്. ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ടിനി ചെയ്ത തെറ്റെന്താണ് എന്ന് ചോദിച്ചാൽ മറ്റൊരാൾ പറയുന്നത് കേട്ടതാണ്. ടിനി നേരിട്ട് പറഞ്ഞിട്ടില്ല, മറ്റൊരാൾ പറയുന്നത് കേട്ടു എന്നാണ് അൻസിബയുടെ പരാതി എന്നാണ് നമുക്ക് മനസ്സിലായത്. അങ്ങനെയാണ് അൻസിബ പറഞ്ഞത്, നേരിട്ടല്ല എന്നും. അത് നീനാക്കുറുപ്പാണ് പറഞ്ഞതെന്നും പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വലിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ടിനിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ താൽക്കാലിക ഒരു ആശ്വാസത്തിലേക്ക് ടിനി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. ഇന്നലെ ചെയ്ത വാർത്ത കൃത്യമായിരുന്നു എന്ന് പല അംഗങ്ങളും എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ആ അംഗങ്ങളുടെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ പറയുകയാണ്, ആ വാർത്തയിൽ ഒരു തെറ്റുമില്ലായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉണ്ണി ശിവപാൽ എന്ന് പറഞ്ഞ വ്യക്തി കണക്കുമായി ബന്ധപ്പെട്ട് ഇതുവരെ താരസംഘടന അമ്മയിലെ അംഗങ്ങളുടെടുത്ത് എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഹഡോ കമ്മിറ്റി മാറി നിലവിലെ ശ്വേതാമേനോൻ നേതൃത്വ കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചു എന്ന വാർത്തയും കൊടുത്തിരുന്നു. അപ്പോഴും ഉണ്ണി ശിവപാലിനോട് കണക്ക് ആവശ്യപ്പെട്ടിട്ട് ഉണ്ണി ശിവപാൽ കണക്ക് ഏർപ്പാട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. ഉണ്ണി ശിവപാൽ കഴിഞ്ഞ ദിവസം ഒരു നീണ്ട മെയിൽ അയച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ആ മെയിലിൽ ഉണ്ണി ശിവപാൽ പറഞ്ഞു, ഞാൻ എലക്റ്റഡ് മെമ്പറാണ്. അതെ, താങ്കൾ എലക്റ്റഡ് മെമ്പറാണെങ്കിൽ അതിൻ്റെ മാന്യത പുലർത്തേണ്ട അത്യാവശ്യ ഘടകമാണ്. കാരണം താങ്കളെ തിരഞ്ഞെടുത്ത മെമ്പറാണ്. എപ്പോഴും പറയുന്നതാണ്, താങ്കളെ തിരഞ്ഞെടുത്താണ്. ഈ ബൈലോ പ്രകാരം താങ്കളെ മാറ്റി നിർത്താൻ അധികാരമില്ല എന്നൊക്കെ കാണിച്ച് ഒരു മെയിൽ അയച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ട് താങ്കൾ ഇപ്പോഴും ഈ കണക്ക് കൃത്യമായി ഏൽപ്പിക്കുന്നില്ല എന്നൊരു വലിയ തെറ്റ് താങ്കൾ എടുത്തത് ക്രിമിനൽ കുറ്റത്തിലേക്ക് പോകും. കാരണം കണക്ക് അവതരിപ്പിക്കേണ്ട നിലവിൽ ഹഡോ കമ്മിറ്റി പിരിച്ചുവിട്ട് താങ്കൾ ഉൾപ്പെടുന്ന ഈ കമ്മിറ്റിക്ക് ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിനുള്ള നടപടിയായിട്ട് പോകണം. താങ്കൾ നീണ്ട ഒരു മെയിൽ അയച്ചിരിക്കുന്നു. വലിയ ഉള്ളടക്കമാണ്. ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല, എന്നെ മാറ്റി നിർത്താൻ പറ്റില്ല, ഞാൻ ആളുകൾ വോട്ട് ചെയ്ത് ജയിച്ച മെമ്പറാണ്, ഞാനില്ലാതെ ഒരു കാര്യങ്ങളല്ല, എനിക്ക് എൻ്റെ സ്ഥാനമുണ്ട്, ആ സ്ഥാനത്തെ നിങ്ങൾ മറികടക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് മെയിൽ അയച്ചതെന്ന് എനിക്ക് കിട്ടുന്ന വിവരം. എന്തുമാകട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, ഈ കണക്കിൻ്റെ വ്യക്തത വരുത്തേണ്ടത് ഈ കമ്മിറ്റിയുടെ അധികാരമാണ്, ബാധ്യതയാണ്. കമ്മിറ്റി കൃത്യമായിട്ട് കണക്ക് അവതരിപ്പിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ മേലുള്ള ആരോപണം ഇല്ലാതെയാകുകയുള്ളൂ. പിന്നീട് ബാക്കി കാര്യങ്ങൾ പിന്നീടാണ്. ശ്വേതാമേനോൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനം ഊർജ്ജമായി നടക്കുന്നുണ്ട്. അവരിന്നും യോഗം ചേർന്നു. ഇന്നെന്ന് പറയുമ്പോൾ ആ യോഗത്തിൽ അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഓണക്കിറ്റുമായി ബന്ധപ്പെട്ട് ഓണക്കിറ്റ് കൊടുക്കാൻ അവർ തീരുമാനിച്ചുവെന്ന്. ഇന്നത്തെ യോഗത്തിൽ ആശാ അരവിന്ദ്, കുക്കു പരമേശ്വരൻ, അഞ്ജലി, ശ്വേതാമേനോൻ, സരയു, നീനാക്കുറുപ്പ്, ടോണി, ടിനി ടോം ഇവിടെ എത്തിയിരുന്നു. സെൻട്രൽ ബസാർ 110ഓളം സൂപ്പർ മാർക്കറ്റുള്ള സെൻട്രൽ ബസാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ തവണത്തെ ഓണക്കിറ്റ് തയ്യാറാവുന്നത്. 35 ഇനങ്ങൾ അടങ്ങുന്ന കിറ്റ്, 5 കിലോ അരി ഉൾപ്പെടെ എല്ലാ മെമ്പർമാർക്കും കൊടുക്കാനുള്ള തീരുമാനത്തിലെത്തുന്നു. അതിന് മുൻകൈ എടുത്തിരിക്കുന്നത് ടിനി ടോമാണ് ഇവരുമായിട്ട് സംസാരിച്ച് ടിനി ടോം ഇന്നലത്തെ മീറ്റിങ്ങിൽ അത് അവതരിപ്പിച്ചു. ആ കാര്യങ്ങൾ ടിനിയാണ്. ഞാൻ ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ എന്നെ ഇത്ര നാളും ജയിപ്പിച്ച, എനിക്ക് വോട്ട് ചെയ്ത ആളുകൾക്ക് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഈ കിറ്റും കൂടെ ഞാനാണ് നൽകിയതെന്ന് അറിയിച്ചുകൊണ്ട് തന്നെ എല്ലാവരും അറിയിക്കണമെന്നൊരു അപേക്ഷ മുന്നോട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയാണ് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞില്ലേ, കൈലാഷായിരുന്നു അത് എടുത്തത്. കൈലാഷാണ് അത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ടിനി ടോം ഈ സംഭവങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടിനി ടോമിൻ്റെ ഒരു ആഗ്രഹം, താനാണ് ഇത് ചെയ്തതെന്ന് അറിയിക്കണം എന്ന് ഇന്നലത്തെ കമ്മിറ്റിയിൽ പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതൊരു അദ്ദേഹത്തിൻ്റെ ആവശ്യമായി അംഗീകരിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താരസംഘടന അമ്മയിൽ നിന്നും രാജിവെച്ചു എന്ന് പറഞ്ഞാൽ ലക്ഷ്മി പ്രിയയും മല്ലിക അമ്മയുമാണ്. ഇവരുടെ രാജി ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് സ്വീകരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള നിയമവശം പഠിക്കണം. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് ജനറൽ ബോഡിക്ക് വേണം.
അമ്മ സംഘടനയിൽ നിന്നും രാജിവെച്ചത് ജനറൽ ബോഡിക്ക്, അടുത്ത ജനറൽ ബോഡിക്ക് വിട്ട് ഇവരെ രാജി സ്വീകരിക്കണമെന്ന് ചോദിക്കാനാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് നിയമമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചവരുണ്ട്. അതിൽ ഈ ഹഡോ കമ്മിറ്റി വരുമ്പോഴാണ് രാജിവെച്ചത്. അത് മെയിൽ അയച്ചു. അത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. അവർക്കുള്ള അധികാരമുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതിൽ രാജിക്കത്ത് അയച്ചിരിക്കുന്നത് ജോയ് മാത്യു, അതോടൊപ്പം തന്നെ കൈലാഷ്, ജയൻ ചേർത്തല, ലക്ഷ്മിപ്രിയമുണ്ട്. അപ്പോൾ ലക്ഷ്മിപ്രിയ അംഗത്വം രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 പേരുടെ രാജി, ജോയ് മാത്യുവിൻ്റെയും കൈലാഷിൻ്റെയും അതോടൊപ്പം തന്നെ ജയൻ ചേർത്തലിൻ്റെ രാജി സ്വീകരിക്കണമോ വേണ്ടേ എന്ന് നിലവിൽ ഈ കമ്മിറ്റിക്ക് പ്രവർത്തിക്കാമെന്നുള്ള അനുമതി ലഭിച്ച സാഹചര്യത്തിൽ ഈ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. ഈ കമ്മിറ്റി അതിനൊരു തീരുമാനമുണ്ടാവും. ആദ്യം ഇവരുമായിട്ട് ബന്ധപ്പെടുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ബന്ധപ്പെട്ടതിന് ശേഷം ഇവർക്ക് തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ തുടർന്ന് ഇവരെയും ചേർത്ത് കൊണ്ടുപോകാനാണ് നോക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്നാൽ അൻസിബയുടെ രാജി സ്വീകരിച്ചാണ്. അൻസിബയുടെ രാജി സ്വീകരിച്ചതിന് ശേഷമായിരുന്നു ശ്വേതാ മേനോൻ വാർത്താസമ്മേളനം നടത്തി അൻസിബയുടെ രാജി സ്വീകരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ താരസംഘടന അമ്മയുടെ പ്രവർത്തനങ്ങൾ ഒന്നും കൂടെ മെച്ചപ്പെടുത്ത രീതിയിൽ നടത്താനുള്ള ശ്രമം നടക്കുന്നു. പക്ഷേ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുകയെന്ന് കാത്തിരുന്ന് കാണണം. പല ആളുകൾക്കും പല പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഇടപെട്ട് പോയിക്കൊണ്ടിരുന്ന സംഘടനയിൽ വലിയ വിള്ളലുണ്ടായി. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ സംഘടനയ്ക്ക് വലിയ പേരുദോഷമുണ്ടായി. പാർട്ടി തലത്തിൽ വരെ ജി സുധാകരൻ ഇടപെടുന്നു, അമ്മ പിരിച്ചുവിടേണ്ടതാണെന്ന് പറഞ്ഞു. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വാർത്താസമ്മേളനം നടത്തുന്നു. അതൊക്കെ താരസംഘടന അമ്മയ്ക്ക് വലിയ മോശമുണ്ടായിട്ടുണ്ട്. അമ്മയെ ആരാണ് ഇത്രമാത്രം പൊതുമധ്യത്തിൽ താരസംഘടനയ്ക്ക് ഉള്ളിരുന്നുകൊണ്ട് മാധ്യമങ്ങളിലെടുത്ത് പ്രതികരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. പിന്നീട് ആ പ്രതികരണം അതിരുകടക്കുന്നതായിട്ട് എല്ലാവർക്കും മനസ്സിലായി. പോലീസിൽ കേസെടുക്കാതിരിക്കുമ്പോൾ ഉടൻ തന്നെ അൻസിബ ഹസൻ കോടതിയെ സമീപിക്കുന്നു. കോടതിയിൽ ഇനി നീതി ലഭിച്ചില്ല എന്താണെന്ന് നമുക്കറിയില്ല. നീതി ലഭിക്കുന്നവരെ പോരാടുമെന്ന് പറയുന്നു. പിന്നീട് ആ കേസെടുക്കാതെ രമേശ് ചെന്നിത്തലയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും ഉമ്മൻചാണ്ടിയെ ടാഗ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നു. അവിടെ ചെന്നിത്തല കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ മറുപടിയായി പറയുന്നു, എത്രയോ പരാതികളാണ് എൻ്റെ അടുത്ത് കമ്മീഷണർ പറഞ്ഞതാണ് കേസ് FIR ഇട്ടിട്ടുണ്ടെന്ന്. പക്ഷേ അതിനുശേഷവും അൻസിബ ഹസൻ ഫേസ്ബുക്കിൽ വെക്കുന്നു, സാർ അങ്ങനെയല്ല സാർ, സാറിനെ പറ്റിക്കുകയാണ് സാർ. അതൊരു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ താമസമുണ്ടാകും, സ്വാഭാവികമാണ്, അവർക്ക് വേറെ കേസുകളുണ്ടാവും. അപ്പോൾ ലക്ഷ്മിപ്രിയക്കെതിരെ പരാതി നൽകിയിരുന്നു, ഒരു ചാനലിനെതിരെ പരാതി നൽകിയിരുന്നു. അതും പോലീസ് ഒന്ന് കേസെടുക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു. പിന്നീട് കോടതിയെ സമീപിച്ചു. കോടതിക്ക് അതിനെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒന്നുമില്ലാത്ത ശ്വേതാ മേനോൻ അതിൽ ഗൂഢാലോചന ഭാഗമാണെന്ന് പറഞ്ഞിരുന്നു. അത് എങ്ങനെയാണെന്നുള്ള അന്വേഷിക്കണം. പക്ഷേ അതെല്ലാം അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാൽ ലക്ഷ്മിപ്രിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയ രീതിയിലൊക്കെ ആരോപണമായിരുന്നു. ആരോപണം തെളിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് പല ആളുകളെയും മൊഴി രേഖപ്പെടുത്തി. ഷൂട്ടിംഗ് സ്ഥലത്തുണ്ടായിരുന്ന കിടക്കാച്ചെളിയൻ എന്ന സെറ്റിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കൽ നടത്തിയെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും താരസംഘടന അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള പ്രവർത്തനം ശ്വേതാ മേനോൻ പറയുന്നത് പോലെ എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നവരെ പോരാടും, അതിനുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു. എന്നാൽ കണക്കിൻ്റെ കാര്യത്തിലുള്ള മിസ്റ്റേക്കുകൾ അത് വലുതാണ്, വലിയ വലിപ്പമുള്ള പ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കാതെ ഇവരിലുള്ള വിശ്വാസം ആർക്കും ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഇവരെന്ത് പറഞ്ഞാലും ഉണ്ണി ശുപാൽ ഇതിന് മുൻകൈ എടുത്താൽ മാത്രമേ കണക്ക് ലഭിക്കുകയുള്ളൂ. അത് അമ്മയുടെ അക്കൗണ്ടൻറ്റും അഡ്വക്കേറ്റും ഉൾപ്പെടെ ഇതിൽ ഇടപെട്ടാൽ മാത്രമേ കണക്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അതിന് ഇവർ മുൻകൈ എടുക്കുമെന്ന് കാത്തിരുന്ന് കാണണം. വരും ദിവസങ്ങളിൽ താരസംഘടന അമ്മയിലെ നിലവിലെ കമ്മിറ്റിയുടെ പ്രവർത്തനം ഏത് രീതിക്കാണ് പോകുന്നതെന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം.